തൊടുപുഴ സ്മിത ആശുപത്രിയിൽ ജോലിക്കിടെ നഴ്സിന്റെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിൽ ആരോപണ വിധേയരായ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചൊവ്വാഴ്ച ആശുപത്രി സിഇഒ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്താനും തീരുമാനമായി. നടപടിക്കൊടുവിൽ ആശുപത്രിയിൽ യുവമോർച്ചയും ഡിവൈഎഫ്ഐയും നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണോ നടപടി? ഡോക്ടർ അരുൺ, തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയായിട്ടുള്ള സ്മിതയിലായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് മാനസിക പീഡനത്തെ തുടർന്നാണ് അവിടെ ജോലി ചെയ്തിരുന്ന നഴ്സ് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ട്, ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതിനെ തുടർന്ന് ഗുരുതരമായിട്ട് അവരിപ്പോൾ ആശുപത്രിയിൽ തുടരുകയുമാണ്. തുടർന്ന് ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് ആശുപത്രിയിലേക്ക് നടക്കുകയും ചെയ്തിരുന്നു. ആ പ്രതിഷേധത്തിനൊടുവിലാണ് ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള 3 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആശുപത്രിയിലെ ചീഫ് നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള ലിസിമോൾ ഫിലിപ്പ്, അതുകൂടാതെ നഴ്സിംഗ് സൂപ്രണ്ടായിട്ടുള്ള നിഷ, നഴ്സായിട്ടുള്ള അൽഫോൺസ തുടങ്ങിയ 3 പേരെയാണ് ഇപ്പോൾ സംഭവത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മറ്റന്നാൾ, അതായത് ചൊവ്വാഴ്ച വിശദമായിട്ടുള്ള ചർച്ചയ്ക്കും തീരുമാനമായിട്ടുണ്ട്. ആശുപത്രി സിഇഒയുടെ നേതൃത്വത്തിൽ വിശദമായിട്ടുള്ള ചർച്ച നടക്കും. ആ ചർച്ചയിലേക്ക് യുവമോർച്ച ഡിവൈഎഫ്ഐ നേതാക്കളെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ചയിലായിരിക്കും ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നേരത്തെ സംസ്ഥാന വ്യാപകമായിട്ട് ഈ നഴ്സുമാർ നേരിടുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള സമരങ്ങൾ നടന്നതാണ്. ആ സമരത്തിലൊന്നും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല എന്നാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ തൊടുപുഴയിൽ നിന്നും പുറത്തു വരുന്ന സംഭവത്തിലൂടെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. മലപ്പുറത്ത് നിന്നും